ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. സാബി അലോൺസോക്ക് കീഴിലുള്ള ആദ്യത്തെ മത്സരം ഇപ്പോൾ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയാണ് അവർക്ക് ചെയ്തിട്ടുള്ളത്. സൗദി ക്ലബ്ബായ അൽ ഹിലാലാണ് റയലിനെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. ഗോൺസാലോ ഗാർഷ്യ റയലിന് വേണ്ടി ലീഡ് നേടിക്കൊടുത്തപ്പോൾ റൂബൻ നെവസിന്റെ പെനാൽറ്റി ഗോളാണ് അൽ ഹിലാലിന് സമനില നേടിക്കൊടുത്തത്. ഫെഡെ വാൽവർദെ പെനാൽറ്റി പാഴാക്കിയത് റയലിന് തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ മത്സരത്തിൽ റയലിന്റെ പ്രകടനം അത്ര മെച്ചപ്പെട്ടതൊന്നും ആയിരുന്നില്ല. ഒരുപാട് ഇംപ്രൂവ് ആവാനുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അക്കാര്യം സാബി അലോൺസോ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മത്സരത്തെ അദ്ദേഹം വിലയിരുത്തിയത് ഇങ്ങനെയാണ്: ഈ മത്സര ഫലത്തിൽ നിരാശ ഒന്നുമില്ല, പക്ഷേ കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ട്, ഇംപ്രൂവ് ആവേണ്ടതുണ്ട്, അതിന് സമയമെടുക്കും. ആദ്യ പകുതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഓൺ ദി ബോളും ഓഫ് ദി ബോളും മോശമായിരുന്നു. ആദ്യ പകുതിയുടെ സമയത്ത് താരങ്ങളോട് കുറച്ചൊക്കെ ക്ഷമ കാണിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. എന്തിനാണ് ഇങ്ങനെ ധൃതി വെക്കുന്നത് എന്നത് ഞാൻ അവരോട് ചോദിച്ചിരുന്നു. ധൃതി കാണിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാം പകുതിയിൽ മെച്ചപ്പെട്ട രൂപത്തിലാണ് ഞങ്ങൾ കളിച്ചത്. ബോളിന്മേലുള്ള ബാലൻസ് മെച്ചപ്പെടേണ്ടതുണ്ട്. രണ്ടാം പകുതിയിൽ കൂടുതൽ നല്ല രൂപത്തിൽ കളിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇതാണ് സാബി അലോൺസോ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നല്ല രൂപത്തിലുള്ള ഒരു പ്രകടനം അടുത്ത മത്സരത്തിൽ റയലിന് നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അടുത്ത മത്സരത്തിൽ റയലിന്റെ എതിരാളികൾ പച്ചൂക്കയാണ്. ജൂൺ 23-ാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. ഈ മത്സരത്തിൽ റയൽ വിജയം സ്വന്തമാക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.